മുത്തപ്പന്റെ ഒരു കാര്യത്തിലേക്ക് പോകും. നിങ്ങൾ പറശ്ശിനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊന്ന് യാദൃശ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റി. എനിക്കിത് കണ്ടപ്പോഴേ ഇതാരാണെന്ന് മനസ്സിലായി കാണും. മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് മുത്തപ്പൻ്റെ അവിടെ, പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അവിടെ മുത്തപ്പൻ്റെ ഒക്കെ വേഷം ധരിക്കുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടനെയൊക്കെ കണ്ട അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമേ. അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ആ ചേട്ടൻ അപ്രതീക്ഷിതമായിട്ട് കാണാൻ പറ്റിയത് കേട്ടോ. ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു ആ ആളെ കാണാൻ പറ്റിയത്. അവിടുന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കാസർഗോഡ് ഇറങ്ങി. കാസർഗോഡ് ഇറങ്ങിയപ്പോഴാണ് ഇനിയും യാത്ര ഒരുപാടുണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ബട്ടർ ചിക്കനും പനീർ ബട്ടർ മസാല, എപ്പോഴും എനിക്ക് മാറിപ്പോവും, പനീർ ബട്ടർ മസാലയും പൊറോട്ടയാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇനിയും ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് ദൂരം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള മുഖമാട്ടോ ഈ ഇരിക്കുന്നത്. എനിക്ക് യാത്ര ഒരുപാട് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിലും പക്ഷേ ഇങ്ങനൊരു വൊമിറ്റിംഗ് ടെൻഡൻസിയുടെ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരം യാത്ര ചെയ്യുമ്പോൾ ഇനിയും ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടൊരു വിഷമമുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാസർഗോഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ച് ഒരു 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അവിടുന്ന് ലഗേജൊക്കെ എടുത്തിട്ട് റൂം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനും എൻ്റെ ട്രൈപോഡും അമ്മയും അപ്പായും 3-4 ബാഗും ഒക്കെ ആയിട്ട് ഞങ്ങൾ റൂമിൽ ചെന്നു. ഫ്രഷായി ഞങ്ങൾക്കിനി പോയി കിടന്ന് ഉറങ്ങണം. ഇതാട്ടോ ഞങ്ങൾക്ക് കിട്ടിയ റൂം. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള നല്ല റൂമായിരുന്നു. ഇനി അമ്മയ്ക്കും എനിക്കും അപ്പായ്ക്കും ഒക്കെ ഫ്രഷായിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ വെളുപ്പിന് എണീക്കാനുള്ളതാണ്. അതൊക്കെ ഞാൻ ഡേ 2 വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ അതുവരേക്കും ടാറ്റ.